ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പുതിയൊരു വാർത്തയിലേക്ക് പറവൂർ മജ്ലിസ് ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ ആൾ മരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ചേന്ദമംഗലം സ്വദേശി ജോർജ് ആണ് മരിച്ചത്. വിവരങ്ങളുമായി അശ്വതിയുണ്ട്. അശ്വതി, എപ്പോഴാണ് സംഭവം? ഇയാളുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ചികിത്സയിലിരിക്കുന്ന സമയത്ത് തന്നെയാണോ ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത്? ഇത് ചികിത്സയിൽ ഇരിക്കുമ്പോഴല്ല, ചികിത്സ കഴിഞ്ഞ് ഇയാൾ വീട്ടിലെത്തിയതിനു ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജോർജ് എന്ന ചേന്ദമംഗലം സ്വദേശി മരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്നു. വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇദ്ദേഹം ചികിത്സ കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന് 60-ലധികം വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് അസുഖങ്ങളും ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതാണോ മരണകാരണം, അതോ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും, അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക. ഇതാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് ഈ വിഷയം കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. വടക്കേക്കര പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ വടക്കൻ പറവൂരിലെ പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെയാണ് ഇരു വിഭാഗങ്ങളും ഇരു പോലീസ് സ്റ്റേഷനുകളും ഒരുമിച്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം മജ്ലിസ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് ചികിത്സയിലായിരുന്നു ഈ ജോർജ് എന്നതിനാൽ എന്തായാലും നിലവിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റ് വിവരങ്ങൾ കൂടുതൽ പുറത്തു വരേണ്ടത് വരും മണിക്കൂറുകളിലാണ്. കാരണം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ. അങ്ങനെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മജ്ലിസ് ഹോട്ടലിൽ നിന്ന് നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. അതുകൊണ്ട് തന്നെ മജ്ലിസ് ഹോട്ടലിലെ ചീഫ് കുക്കായിട്ടുള്ള ഹസൈനാറിനെ നേരത്തെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അന്തരിച്ചിരിക്കുന്ന ജോർജ് മരണപ്പെട്ടത് ഈ ഭക്ഷ്യവിഷബാധ മൂലമാണെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന രീതിയിലായിരിക്കും ആ കേസ് വരിക. അത്തരത്തിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായി ഈ ഹസൈനാറിനെയും അതുപോലെ തന്നെ ഹോട്ടൽ ഉടമകളെയും ബാധിക്കും. ഹോട്ടൽ ഉടമ മുഹമ്മദ് സിയാദ് അടക്കം 8 പേരാണ് ഈ മജ്ലിസ് ഹോട്ടലിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. ഇവർക്കൊക്കെ എതിരെ കേസ് എടുത്തിട്ടുണ്ട്. ചീഫ് കുക്കായിട്ടുള്ള ഹസൈനാർ ഇപ്പോൾ റിമാൻഡിലാണ്. എബി, പറവൂർ മജ്ലിസ് ഹോട്ടലിലെ ഭക്ഷ്യവിഷബാധയേറ്റ ചികിത്സയിലായിരുന്നയാൾ മരിച്ചിരിക്കുകയാണ്. ചേന്ദമംഗലം സ്വദേശി ജോർജ് ആണ് മരിച്ചത്. ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്ന സമയത്താണ് മരിക്കുന്നത്. ചികിത്സ പൂർത്തിയാക്കി 12 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഭക്ഷ്യവിഷബാധ മൂലമുള്ള ഏതെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ അത് കേസ് വലിയ ഗൗരവതരത്തിലേക്ക് തന്നെ, അതിൻ്റെ ഗൗരവം കൂടുന്ന ഒരു രീതിയിലേക്ക് തന്നെ മാറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങൾ നൽകിയായിരുന്നു അശ്വതി.